പെരുമ്പാവൂരിൽ ലഹരി വിപണന കേന്ദ്രത്തെക്കുറിച്ചുള്ള പരാതി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ജി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ആര് ഞങ്ങൾ പറഞ്ഞു ആണല്ലോ, കാലഘട്ടത്തിന് അനിവാര്യമായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങൾ അതിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ ഈ 2 പോളിസി നടപ്പാകുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം വന്നു. അപ്പോൾ അത് അവിടെ അവസാനിപ്പിച്ചു. കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചിരുന്നു, ഞാൻ വരാം, അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ടും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. നിങ്ങൾക്കത് കഴിഞ്ഞ ദിവസം തന്നത്. ഒറ്റ പ്രാവശ്യം വിളിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാം എന്നാ പറഞ്ഞത്. അല്ലാതെ ചർച്ച ചെയ്യുന്ന കാര്യത്തെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല. ഈ ഐക്യത്തെ പറ്റി പോലും ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് വരാം എന്നാ പറഞ്ഞത്. ശരി, എന്തായി പറയുന്നത്? ഞങ്ങൾക്ക് ഒരു വാക്കേ ഉള്ളൂ, ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ മതങ്ങളോടും സമുദായങ്ങളോടും സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദം നടപ്പാകുകയില്ല ഈ ഐക്യം കൊണ്ട് എന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഒരേ സമീപനമാണ്. ഈ 2 കാര്യവും ഈ ഐക്യം കൊണ്ട് നടക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് കൊണ്ടാണ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത്. അല്ലാതെ ആരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. അതേ സമയത്ത് SNDP-യുമായിട്ടും നല്ല ഐക്യമല്ല, സൗഹാർദ്ദത്തിൽ പോകും. അല്ല, ഞങ്ങൾക്ക് ബോധ്യമായത് അങ്ങനെ വെച്ചാൽ പിന്നെ ചർച്ചയ്ക്ക് ഇത്രയും ഭൂകമ്പം ഇളകിയിട്ടും ഉണ്ടായിട്ടും ഒരു ചർച്ച എന്ന് പറയുന്നത് നടന്നില്ലല്ലോ, ഇല്ലേ? ആ ചർച്ചയ്ക്ക് വേണ്ടി വളരെ ലേറ്റായിട്ടാണേലും വരുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ്. എനിക്ക് ഇവരെ പറ്റി വ്യക്തിപരമായ യാതൊരു എതിർപ്പുമില്ല. ആ ആള് എന്ത് പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വെച്ചോണ്ടാണ് ഞങ്ങളുടെ പദ്ധതി നടപ്പാകുകയില്ല ഈ പറഞ്ഞ 2 കാര്യം. അതുകൊണ്ട് ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. നിങ്ങൾ ഇപ്പൊ ചോദിച്ചത് ഞാൻ പറഞ്ഞത് എന്താന്ന്. അതെ, എനിക്കൊരു വിരോധമില്ല കാര്യം. അദ്ദേഹത്തിന് കൊടുത്തത് നല്ല കാര്യം, ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല. പക്ഷെ ഇതിനകത്തെല്ലാം ഒരു രാഷ്ട്രീയ കളിയുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായെന്ന് ഞാൻ പറഞ്ഞു. കൊടുത്തതിനെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ല, തെറ്റായി പോയെന്നോ ഒന്നും പറഞ്ഞില്ല. അത് ഉചിതമായിട്ട് തന്നെ ആയിരിക്കട്ടെ. അല്ല, അത് ഞങ്ങളങ്ങോട്ട് ചെന്നിട്ട് വേണ്ടേ? തുറന്നിട്ടാലേ ഞങ്ങളങ്ങോട്ട് ചെല്ലണ്ടേ? അതോ ഐക്യത്തിന് ഞങ്ങളില്ല, ബാക്കി എല്ലാ കാര്യത്തിനും അവരോട് സൗഹാർദ്ദമായിട്ട് തന്നെ പോകും. എന്ന് നമുക്ക് പല കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ട് ഞങ്ങൾ എടുത്തത് ഒരു പ്രിക്കോഷനാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് വീഴാൻ ആഗ്രഹമില്ല. അത് തന്നെ കാര്യം. ഇല്ല, ഞങ്ങൾ ആരെയും വിമർശിച്ചിട്ടില്ലല്ലോ. മറ്റേ ആളുകളെ പോലെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ലേ, ഇത് കിട്ടിയില്ലേ, ഞങ്ങളെ അവഗണിച്ച് ഒന്നുമില്ല. ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തരാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ കോടതികളെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ആരോടും വഴക്കിനും വല്ലാത്തിനും ഒന്നും വരുന്നില്ല. ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അന്യായമായിട്ട് ഒരു കാര്യവും ഒരു ഗവൺമെൻറ്റിനോടും ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല.